ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനീസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ചപ്പാത്തി വീട്ടിലുണ്ടാക്കുമ്പോൾ ശരിയാകാറില്ല, എങ്ങനെയാണ് അതിൻ്റെ ടിപ്സ് ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബേസിൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇനി 1 കപ്പ് ചൂടുവെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾ തണുത്ത വെള്ളം യൂസ് ചെയ്യരുത്, ചൂടുവെള്ളം മാത്രം യൂസ് ചെയ്യുക. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തൊട്ട് ഇങ്ങനെ ബാക്കിയകത്ത് വയ്ക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആവശ്യത്തിന് ബാക്കിയല്ല, അതായത് നമ്മൾ തണുത്ത വെള്ളത്തിന് പകരം നമ്മൾ ചൂടുവെള്ളം യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണോ സാധാരണ നോർമലി കുഴയ്ക്കുന്ന രീതിയിൽ വെള്ളം എടുക്കുക, അതിലോട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് തണുക്കാൻ പാടില്ല, തിളച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ ഇടിയപ്പത്തിന് എങ്ങനെയാണോ മാവ് കുഴയ്ക്കുന്നത് അതേ രീതിയിൽ തിളച്ച വെള്ളത്തിൽ തന്നെ മാവ് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്, ടേസ്റ്റ് കൂടും. ഇനി ഇതിലോട്ട് ഞാൻ ആശീർവാദിൻ്റെ കുറച്ച് മാവ്, അതായത് നമുക്കറിയാമല്ലോ, അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന ആൾക്കാർക്കറിയാം എത്രയാണ് മാവ് വേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം മാവ് ഞാൻ തട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടായത് കാരണം നമുക്ക് പെട്ടെന്ന് കൈയൊന്നും തൊടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മളൊന്ന് മിക്സാക്കി ആ തണുപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഗോതമ്പ് പൊടിയിലും പ്രത്യേകത വേണം. കാര്യം എന്ന് വെച്ചാൽ ചില ഗോതമ്പ് മാവ് ഭയങ്കര ഹാർഡായിരിക്കും. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടണമെങ്കിലും ടേസ്റ്റായിട്ട് കിട്ടണമെങ്കിലും നല്ല മാവ് കൂടി യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ആശീർവാദമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നല്ല ആശീർവാദം തന്നെ വേണമെന്നല്ല, അല്ലെങ്കിൽ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗോതമ്പ് വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല മാവ് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഗോതമ്പ് പൊടി യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ച് നമ്മൾ ആ ഫോർക്ക് ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഫോർക്ക് കൊണ്ട് കുഴച്ചതിന് ശേഷം പിന്നെ കൈ ഉപയോഗിച്ച് കുഴയ്ക്കുക. കൈ ഉപയോഗിച്ച് കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ വെള്ളം കൂടിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് മാവ് കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഈ കുഴച്ചെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലോണം കുഴയ്ക്കുക. എത്രത്തോളം നന്നായിട്ട് കുഴയ്ക്കുന്നുവോ അത്രത്തോളം ചപ്പാത്തി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. അതായത് നമ്മൾ ഇടിയപ്പത്തിന് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കാറില്ലേ, അതുപോലെ തന്നെ ചപ്പാത്തിക്കും നന്നായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മൾ കുഴയ്ക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഞാനിപ്പോൾ മോർണിംഗിൽ ചപ്പാത്തി ആയതുകൊണ്ട് ഞാൻ രാവിലെ ഉറങ്ങി എണീറ്റതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചു. അപ്പോൾ നമ്മൾ അതിന് ശേഷം എന്ത് ചെയ്യണം, ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ അതിന് ശേഷം വേണം കറിയൊക്കെ ഉണ്ടാക്കാൻ. ഞാൻ ചായ പോലും ഇട്ടത് അതിന് ശേഷമാണ്. അപ്പോൾ ചപ്പാത്തി മാവ് നനച്ച് നമ്മൾ കുഴച്ച് ഒരു കോട്ടൺ തുണി, നനഞ്ഞിട്ടുള്ള കോട്ടൺ തുണിയാണെങ്കിൽ അത് നല്ലത്, അല്ലെങ്കിൽ ടവലൊക്കെ കാണുമല്ലോ അതായാലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാത്രം വെച്ചിട്ടാലും അടച്ച് നമ്മൾ മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം, അതായത് മിനിമം ഒരു മണിക്കൂറെങ്കിലും, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. 2 മണിക്കൂറിലൊക്കെ വെക്കാം, 2 അതിൽ കൂടുതൽ വെച്ചാലും നല്ലതാണ്. പക്ഷേ നമുക്കിപ്പോൾ 1 മണിക്കൂറേ ചിലപ്പോൾ രാവിലെയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 1 മണിക്കൂറിൽ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ചായയൊക്കെ ഇട്ട് കറിയൊക്കെ ഉണ്ടാക്കി വന്നിട്ട് ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ല ഒരു
നാരങ്ങ വലുപ്പത്തിൽ, നെല്ലിക്കയല്ല നാരങ്ങ വലുപ്പത്തിൽ അത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുള്ള മാവിനെ ഞാൻ ബോൾസാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എല്ലാം ഇതുപോലെ ബോൾസാക്കി വയ്ക്കുക. നമുക്ക് എത്രയാണോ ചപ്പാത്തി ആൾക്കാർ കഴിക്കുന്ന അളവറിയാമല്ലോ. അപ്പോൾ ഒരു വീടാകുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത്രയും ബോൾസ് ആക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ബാക്കി വരുന്ന മാവ് നമ്മൾ ഒരു നനഞ്ഞ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി ഇതിനെ ഒരു ഡ്രൈ ആയിട്ടുള്ള പൊടിയിട്ട് ഗോതമ്പ് മാവിൽ മുക്കി നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കണം. അപ്പം ഡ്രൈ ആയിട്ടുള്ള പൊടി ഇടുമ്പോൾ നന്നായിട്ട് പരത്തി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അല്ലാതെ ഓയിലിൽ മുക്കിയിട്ട് പരത്തി എടുക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളും ഈ ഡ്രൈ ആയിട്ടുള്ള പൊടി തൂറ്റിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാൻ നല്ലോണം ചൂടായ പാനിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് ചൂടായ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് നെയ്യോ എണ്ണയോ അപ്ലൈ ചെയ്തിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നെയ്യ് ഇടുന്നതിനേക്കാളും ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കാസറോളിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ നല്ല പൂ പോലെ, സത്യം പറഞ്ഞാൽ നല്ല സോഫ്റ്റ്, വൈകുന്നേരമായിരുന്നാൽ കൂടി നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ടേസ്റ്റിയാണ്. ചിക്കൻ കറിയും കടലക്കറി, കുറുമ, പൊട്ടറ്റോ കുറുമ, ഇതൊക്കെ സൂപ്പറാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡിൽ ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും തന്നെ അറിയുന്ന, എനിക്ക് തോന്നുന്ന ഒരു 80% ആൾക്കാർക്കും ഇങ്ങനെ ഈ ഒരു രീതി അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റായിട്ടുള്ള, വൈകുന്നേരമായാൽ കൂടി ഇങ്ങനെ തന്നെ ഇരിക്കും. അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.